വ്യാഴാഴ്ച നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 18 വയസ്സുകാരൻ, അതായത് വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ലോക ചെസ് ചാമ്പ്യൻ പിറന്നിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. ഗുകേഷ് ദുമ്മരാജ് എന്നാണ് ആ ചെസ് ചാമ്പ്യന്റെ പേര്. അദ്ദേഹം ഭാരതീയനാണ്, ഇന്ത്യക്കാരനാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന രസകരമായ ഒരു വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് രണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ പരസ്പരം ഏറ്റുമുട്ടുകയാണ് എന്നുള്ളതാണ്. ഒന്ന് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനാണ്, വേറെ ഒന്ന് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവാണ്. സ്റ്റാലിനും ചന്ദ്രബാബു നായിഡുവും പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഈ കുട്ടി, അതായത് ഗുകേഷ് എന്ന് പറയുന്ന ഈ പുതിയ ചെസ് ചാമ്പ്യൻ തങ്ങളുടെ സംസ്ഥാനക്കാരനാണ് എന്ന് തെളിയിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുകേഷിന്റെ ശ്രദ്ധേയമായ നേട്ടത്തെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാം തന്നെ പ്രചരിച്ചപ്പോൾ വളരെയധികം ഉത്സുകരായാണ് ഇവർ രംഗത്തെത്തിയത്. രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആവേശോജ്വലമായ പോരാട്ടമാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം കാണാനായിട്ട് സാധിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം നേരത്തെ ട്വിറ്റർ ആയിരുന്നു, ഇപ്പോൾ എക്സ് ആണ്. എക്സ് വഴി അദ്ദേഹം പറയുന്നത്, ശ്രദ്ധേയമായ നേട്ടം, മറ്റൊരു ചാമ്പ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ആഗോള ചെസ് തലസ്ഥാനമെന്ന സ്ഥാനം വീണ്ടും ഉറപ്പിക്കാൻ ചെന്നൈയെ അത് സഹായിച്ചു എന്നാണ്. അതായത് തമിഴ്നാട്ടുകാർക്ക് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന വികാരത്തെക്കാളും അപ്പുറം തമിഴൻ എന്നുള്ള വികാരമാണ് കൂടുതൽ. അതുകൊണ്ട് ഇദ്ദേഹം ഒരു ചെന്നൈക്കാരനാണ്, അല്ലെങ്കിൽ ചെന്നൈയെ ആഗോള ചെസ് തലസ്ഥാനം എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ട്വിറ്ററിൽ ഈ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. തമിഴ്നാട് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും യുവ ചാമ്പ്യന്റെ കഴുത്തിൽ മെഡൽ വയ്ക്കുന്നതിന്റെ ഫോട്ടോ പങ്കിട്ടുകൊണ്ട് സ്റ്റാലിൻ പറയുകയുണ്ടായി. എന്നാൽ ഇത് കണ്ട് ഇരിക്കപ്പുറതിയില്ലാതെ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവും ഒരു ട്വീറ്റ് അങ്ങ് ഇടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ തെലുങ്ക് ആൺകുട്ടിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാജ്യം മുഴുവൻ നിങ്ങളുടെ അവിശ്വസനീയമായ നേട്ടം ആഘോഷിക്കുന്നുവെന്നും വരും ദശകങ്ങളിൽ നിങ്ങൾക്ക് ഇനിയും നിരവധി വിജയങ്ങളും അംഗീകാരങ്ങളും നേരുന്നു എന്നുമാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിൽ പോസ്റ്റ് ചെയ്തത്. പോരെ ഇതോടുകൂടി വലിയ രീതിയിൽ ഇവരുടെ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ് പ്ലാറ്റ്ഫോമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എല്ലാം കിടന്ന് തമ്മിൽ തല്ല് തുടങ്ങി. ചെസ് പ്രോഡിജി ആയിട്ടുള്ള ഗുകേഷ് ദുമ്മരാജിന്റെ ഉത്ഭവത്തെക്കുറിച്ചും വംശപരമ്പരയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മതം, ജാതി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എവിടുത്തെ ആൾക്കാരാണ് എന്നിങ്ങനെ കുറിച്ചുമുള്ള റിസർച്ചുകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ വംശീയത, ഭാഷ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അദ്ദേഹത്തിന് ഇടപിരിഞ്ഞ ചരിത്രം എന്നിവയെക്കുറിച്ചെല്ലാം വിശാലമായ വ്യവഹാരത്തിലേക്ക് ഈ ചർച്ച പോയി എന്നുള്ളതാണ് വേറൊരു രസകരമായിട്ടുള്ള കാര്യം. ചില ഉപയോക്താക്കൾ തമിഴ്നാടിൻ്റെ കാര്യമായ സാമ്പത്തിക പിന്തുണയാണ് എടുത്തു കാണിക്കുന്നത്. അതായത് ഹിന്ദുവിൽ വന്ന ഏപ്രിലിലെ ഒരു റിപ്പോർട്ട്, അതായത് ഈ വർഷം ഏപ്രിലിൽ വന്ന ഹിന്ദുവിൻ്റെ ഒരു റിപ്പോർട്ട്, അത് ഇത്തരത്തിലാണ്. തമിഴ്നാട് CM സ്റ്റാലിൻ അവാർഡ്സ് 75 lakh ടു ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് എന്നാണ് പറയുന്നത്. ഗുകേഷ് ദുമ്മരാജുവിന് തമിഴ്നാട് സർക്കാർ 75 ലക്ഷം പാരിതോഷികം കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ കൊടുത്തിരുന്നു എന്നവർ പറയുന്നു. പോരാത്തതിന് തെലുങ്ക് സംസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം എന്നാണ് ഈ ട്വിറ്റർ പ്ലാറ്റ്ഫോമിലെല്ലാം വലിയ രീതിയിലുള്ള ഇപ്പോൾ സംഘർഷം നടക്കുന്നത് എന്നുള്ളതാണ്. ഗുകേഷിനെ തമിഴിനെന്ന് ലേബൽ ചെയ്യുന്ന ഒരു അവകാശവാദത്തോട് മറ്റൊരു ഉപയോക്താവ് എക്സിൽ പറയുന്നത് ഇങ്ങനെ: ഒരു സംസ്ഥാനം വംശീയതയോ ഭാഷയോ നിർവചിക്കുന്നില്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു തെലുങ്കനാണ്, അതുപോലെ ഗുകേഷും. ഉപയോക്താവ് ഇങ്ങനെയാണ് വാദിക്കുന്നത്. പോരാത്തതിന് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ തമ്മിൽ തല്ല് കണ്ട് വലിയ രീതിയിൽ തലയിൽ കൈവച്ചിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളും ഇന്ത്യ മഹാരാജ്യവും. അവരെല്ലാം ഒന്നിച്ച് പറയുന്നത് ഇദ്ദേഹം തമിഴനുമല്ല തെലുങ്കനുമല്ല, മറിച്ച് ഇദ്ദേഹം ഒരു ഭാരതീയനാണ്, ഒരു ഇന്ത്യക്കാരനാണ്. അങ്ങനെ കാണാനായി നിങ്ങൾ ഇനിയെങ്കിലും പറ്റുമെങ്കിൽ ശ്രമിക്കണം എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.